സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമെന്ന് വിലയിരുത്തൽ. ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്നും മേഖലാ നിയന്ത്രണം ഫലം കണ്ടെന്നും KSEB. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നിയന്ത്രണം തുടർന്നേക്കും. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി നൽകും. സൂര്യ, എന്തൊക്കെ സാഹചര്യങ്ങളാണ് KSEB വിലയിരുത്തിയത്? ലിബീഷ്, സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എന്ന വിലയിരുത്തലിൽ എത്തി നിൽക്കുകയാണ് KSEB. ഇന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ട് KSEB ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം KSEB ഇപ്പോൾ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയുടെ ഒരു ഘട്ടം ഇപ്പോൾ എത്തി നിൽക്കുന്നില്ല. സാഹചര്യമൊക്കെ പൊതുവെ അനുകൂലമാണ് എന്നൊരു കാര്യമാണ് KSEB ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് മേഖലാ തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണമൊക്കെ ഫലപ്രാപ്തി കണ്ടു എന്ന് KSEB അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുണ്ടായിരുന്ന താപനിലയൊക്കെ സംസ്ഥാനത്ത് കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. പലയിടത്തും മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപഭോഗം എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങിന്റെ ഒരു ആവശ്യം ഇനി വരുന്നില്ല, വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നില്ല എന്ന ഒരു കാര്യം ഇപ്പോൾ KSEB മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ചില സ്ഥലങ്ങളിൽ ഇനിയും വൈദ്യുതിയുടെ നിയന്ത്രണം തുടരും എന്ന ഒരു കാര്യവും KSEB ഇതിനോടൊപ്പം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ലോഡ് ഷെഡിംഗ് വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കവേ ഇത് വലിയ രീതിയിൽ ഒരു ചോദ്യമായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. KSEB അതിനെ മറുപടി പറയണം, KSEBയുടെ നിർദ്ദേശം എന്താണ് എന്ന് വൈദ്യുതി മന്ത്രിയും ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് അത്തരത്തിൽ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നില്ല, ലോഡ് ഷെഡിങ്ങിന്റെ ഒരു ആവശ്യമില്ല എന്ന തീരുമാനം KSEB എടുത്തിരിക്കുകയാണ്. ലിബീഷ്. ശരി സൂര്യ, സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടി വരില്ല, എങ്കിലും ചിലയിടങ്ങളിൽ നിയന്ത്രണം തുടർന്നേക്കുമെന്നുള്ള വിലയിരുത്തലിലാണ് KSEB ഉള്ളത്. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തേഞ്ഞിപ്പലം പോക്സോ കേസ് പ്രതികളെ വെറുതെ വിട്ട കോടതി നടപടിയിൽ പ്രോസിക്യൂഷനും പോലീസിനുമെതിരെ ആരോപണവുമായി ഇരയുടെ മാതാവ്. തുടക്കം മുതൽ തന്നെ പോലീസ്